വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സുബ്. അപ്പോൾ ഇന്ന് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് മിക്സ് വെച്ചിട്ട് ബ്ലാക്ക് ഫോറസ്റ്റിനുള്ള കേക്ക് സ്പഞ്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു കേക്ക് മിക്സ് അധികവും ബേക്കറികളിലാണ് കേട്ടോ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പോൾ കുറേ ഹോം ബേക്കേഴ്സും ഈ ഒരു കേക്ക് മിക്സ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തു കൊടുക്കാറുള്ളത്. അപ്പം ഹോം ബേക്കേഴ്സിനൊക്കെ ഇപ്പോൾ കടകളിലേക്കൊക്കെ ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് വരികയൊക്കെ ആണെങ്കിൽ ഈ ഒരു മിക്സ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം ഞാനൊരു ഹോം ബേക്കറാണ്. അപ്പോൾ എനിക്കും ബൾക്കായിട്ട് ബേക്കറിയിലേക്ക് ഓർഡർ വരാറുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു കേക്ക് മിക്സ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബൾക്കായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ 5 kgൻ്റെ കേക്ക് മിക്സ് വാങ്ങുന്നതായിരിക്കും കേട്ടോ ലാഭം. ഇത് 1 kgൻ്റെ പാക്കറ്റാണ്. അപ്പോൾ കുറച്ചൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു 1 kgൻ്റെ പാക്കറ്റ് വാങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു 1 kgക്ക് ഏകദേശം 200 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിലുള്ള ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ റെസിപ്പിയും ഒക്കെ ഇതുണ്ടാക്കുന്ന രീതിയൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഫ്രണ്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു മെഷർമെൻറ്റിലല്ല ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ 5-6 വർഷം കൊണ്ട് ഞാൻ ഈ ഒരു മിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഷോപ്പിലേക്ക് ഈ ഒരു മിക്സ് വെച്ചിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ സ്റ്റാൻഡ് മിക്സറിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഈ സ്റ്റാൻഡ് മിക്സറിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കും കേട്ടോ. ഞാനിവിടെ 1.5 കിലോ കേക്കിനുള്ള ബാറ്ററാണ് റെഡിയാക്കി എടുക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഞാനിവിടെ 1 കിലോൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇനി ഇതിൻ്റെ എല്ലാ മെഷർമെൻറ്റും ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക. നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പം ഞാനിവിടെ 1 കിലോ കേക്ക് ചെയ്യുകയാണെങ്കിൽ 300 ഗ്രാം അതായത് 2.5 കപ്പ് കേക്ക് മിക്സാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് 4 കോഴിമുട്ടയാണ് കേട്ടോ എടുക്കുക. അപ്പം ഞാനിതിലേക്ക് 6 എണ്ണമാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾ നോക്കണ്ട, ഞാൻ പറഞ്ഞില്ല 1.5 കിലോനാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. പക്ഷേ 1 കിലോൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ 4 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കേക്ക് ജെല്ലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബൾക്കായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ 1 കിലോൻ്റെ ടിന്ന് വാങ്ങി വെക്കാം. ഇനി കുറച്ചൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ 100 ഗ്രാമിൻ്റെത് നമുക്ക് ചെറിയ ടിന്നിലായിട്ട് വാങ്ങാൻ കിട്ടും. 50 രൂപ എങ്ങാണ്ടാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ 300 ഗ്രാം ഈ ഒരു കേക്ക് മിക്സിലേക്ക് 8 ഗ്രാം അതായത് 3/4 ടേബിൾ സ്പൂണ് കേക്ക് ജെല്ലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് മിക്സ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ബൗളിൽ ഇത്തിരി വെള്ളം ഉണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഈ ഒരു മിക്സിലേക്ക് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് കേക്ക് ജെല്ല് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കേക്ക് ജെല്ല് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളം ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 60 ml അതായത് 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. സാധാ നോർമൽ വാട്ടറാണ്. അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിട്ട് വരണം. നല്ല ഫ്ലഫി ആവുന്നവരെ, നല്ല ക്രീമി ടെക്സ്ചറിലാവുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ സ്റ്റാൻഡ് മിക്സറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെളിച്ചം കുറവായതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് അത് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. അത് ആദ്യം ലോ ടു മീഡിയം എന്നിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് അത്യാവശ്യം നല്ലവണ്ണം തന്നെ നല്ല ക്രീമി ടെക്സ്ചറിലാവുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഒരു കേക്ക് മിക്സിൻ്റെ പുറത്തായിട്ട് അവർ ഇത്ര മിനിറ്റ് നേരം നിങ്ങൾ ബീറ്റ് ചെയ്യുക, പിന്നെ ഒരു 5 മിനിറ്റ് നേരം, പിന്നെ 3 അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് ബീറ്റ് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കാനാണ് കേട്ടോ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾ ക്രീമി ടെക്സ്ചറിലാവുന്നത് വരെ നിങ്ങൾ ബീറ്റ് ചെയ്തെടുക്കണം. എന്നാലേ നമുക്ക് ഈ ഒരു കേക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ ഓയിൽ മാത്രമേ നമ്മൾ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ കണ്ടില്ല ആ ഒരു കേക്ക് മിക്സിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ബീറ്റായിട്ട് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ടിന്നിലാണ് 1 കിലോ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇത് 7 ഇഞ്ചിൻ്റെ മോൾഡാണ് കേട്ടോ. ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 7 ഇഞ്ചിൻ്റെ ഈ ഒരു മോൾഡിൽ ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഹൈറ്റ് വേണ്ട, കുറച്ചും കൂടിയും പരന്നിട്ടൊക്കെയാണ് കിട്ടേണ്ടതെങ്കിൽ ഈ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ 1/2 kgൻ്റെ ഒരു കേക്കും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കേക്കും ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ 4.5 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇത് 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഹൈറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് 1/2 kgൻ്റെ 4.5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലും അതുപോലെ തന്നെ
1 kg കേക്ക് 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലും ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ലെയർ കേക്ക് ചെയ്യുന്ന സമയത്ത് ഹൈറ്റിൽ ചെയ്യണമെന്ന് കസ്റ്റമർ പറയുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കാറുള്ളത്. 7 ഇഞ്ചിൻ്റെ ഈ ഒരു ടിന്നിലും മുകളിലത്തെ ലെയർ 4.5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലുമാണ് ബേക്ക് ചെയ്ത് റെഡിയാക്കാറുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ചിലവർക്ക് കുറച്ച് പരന്നിട്ടുള്ള രീതിക്ക് മതി എന്നാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ലെയർ കേക്ക് ഞാൻ ഇങ്ങനെ 2 രീതിയിലാണ് ചെയ്തെടുക്കാറുള്ളത്. അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ള 1-2 കേക്കിൻ്റെ ഫോട്ടോസ് ഞാനിവിടെ കൊടുക്കുക. ഇത് 7 ഇഞ്ചിലും 4.5 ഇഞ്ചിലും ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ അത് രണ്ടും. അതുപോലെ തന്നെ 8 ഇഞ്ചിലും 6 ഇഞ്ചിലും ചെയ്തിട്ടുള്ള കേക്കാണിത് കേട്ടോ. നേരത്തെ നമ്മൾ ആ ഒരു കേക്കിൻ്റെ മിക്സ് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡ് മിക്സറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 15 ml ഓയിലാണ്, അതായത് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടിയും നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു സ്പാച്ചില വെച്ചിട്ടും എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് 1.5 കിലോ കേക്കിൻ്റെ ബാറ്റർ ആയതുകൊണ്ട് തന്നെ 2 ടിന്നിലേക്കായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങളത് കിച്ചൺ സ്കെയിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക കേട്ടോ. ഞാനിതാ ഇത് 2 ടിന്നിലേക്കായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഇത് 1 kg കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു ടിന്നാണ് കേട്ടോ. ഇതിലേക്ക് ഏകദേശം 1 kg കേക്കിനുള്ള കേക്ക് സ്പഞ്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ഏകദേശം 550 ഗ്രാം ഈ ഒരു കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഏറ്റവും കുറവ് നമ്മൾ 550 ഗ്രാം എന്തായാലും ഒഴിച്ചു കൊടുക്കണം. അതിൽ കുറച്ചൊന്ന് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ ഏകദേശം 560 ഗ്രാമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 550 ഗ്രാമിൽ കുറയരുത്. 550 ഗ്രാമിൽ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ ഈ ബാറ്റർ അടിച്ചെടുക്കുന്ന സമയത്ത് കോഴിമുട്ടയിൽ ആ ഒരു വ്യത്യാസം കൊണ്ട് ചിലപ്പോൾ ബാറ്റർ കുറച്ച് കൂടുതലാവാം, കുറച്ച് കുറവാവാം. അപ്പം നിങ്ങൾ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം നിങ്ങൾക്കിതാ ഇതിൽ കറക്റ്റ് മനസ്സിലാകുന്നുണ്ടാവും. 560 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഇനി 1/2 kg കേക്കിന് നമുക്ക് 250 ഗ്രാമാണ് കേട്ടോ ഈ ഒരു കേക്ക് ബാറ്റർ വേണ്ടത്. ഞാൻ ഇത് ഒഴിച്ചു കൊടുത്ത സമയത്ത് 272 ഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല, കുറച്ചൊന്ന് കൂടി എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഐസിംഗ് ഒക്കെ ചെയ്ത് വരുന്ന സമയത്ത് കറക്റ്റ് 1 കിലോൻ്റെത് 1 കിലോനും അതിൽ കുറച്ചൊരു 100-150 ഗ്രാമോളം കൂടുതൽ വരുള്ളൂ കേട്ടോ. ഇനി ഈ ഒരു ബാറ്ററിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ അതിലുള്ള ആ ഒരു എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകും കേട്ടോ. അതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തും കൂടി എടുക്കുക. എന്നിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ ഏകദേശം എനിക്ക് ഈ 1/2 kgൻ്റെ കേക്ക് ബേക്ക് ആവാൻ വേണ്ടിയിട്ട് 25 മിനിറ്റാണ് വേണ്ടി വന്നിട്ടുള്ളത്. 1 kgൻ്റെത് 40 മിനിറ്റും വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഹൈറ്റുള്ള കേക്ക് ആയതുകൊണ്ടാണ് ഇത്രയും സമയം വേണ്ടി വന്നിട്ടുള്ളത്. അപ്പം ഹൈറ്റ് കുറഞ്ഞതൊക്കെ ആണെങ്കിൽ ഇത്രയും വേണ്ടി വരില്ല കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ടായിരിക്കും ബേക്കിംഗ് ടൈമിലും വ്യത്യാസം ഉണ്ടാവുക. അപ്പോൾ ഈ കേക്ക് ബേക്കായി ഇത് പിറ്റേ ദിവസം എടുത്തതാണ് കേട്ടോ. നമ്മൾ എപ്പോഴും കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം കേക്കിനുള്ള കേക്ക് സ്പഞ്ച് ഉണ്ടാക്കി വെക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ആ ഒരു കേക്കിന് കൂടുതൽ സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. നമ്മൾ ഈ ഒരു കേക്ക് മിക്സ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന കേക്കിന് നല്ല തിക്നെസ് ഉണ്ടാവും കേട്ടോ. നമ്മൾ സാധാ മൈദപ്പൊടിയും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ആ ഒരു കേക്കിൻ്റെ കാട്ടും കുറച്ചും കൂടിയും ഒരു തിക്നെസ് ഈ ഒരു കേക്ക് മിക്സ് വെച്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ ഒരു കടയിൽ നിന്ന് വാങ്ങുന്ന കേക്ക് ഇഷ്ടമല്ല. അതിന് കാരണം ഈ ഒരു കേക്ക് ജെല്ലൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. അങ്ങനെയുള്ളവർ ഹോം ബേക്കേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഹോം മെയ്ഡ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ കൂടുതലായിട്ട് വാങ്ങാറുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. പക്ഷേ ബേക്കറികളിൽ അധികവും ഈ ഒരു രീതിയിലുള്ള കേക്ക് തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. കേക്ക് മിക്സ് വെച്ച് ചെയ്യുന്ന കേക്ക് തന്നെയാണ് കേട്ടോ കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത്. നമ്മൾ ഹോം ബേക്കേഴ്സ് ആണെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള കേക്കും ഉണ്ടാക്കിയെടുക്കുക.
അതുപോലെ തന്നെ നമുക്ക് ബേക്കറികളിലേക്കൊക്കെ ബൾക്കായിട്ട് ഓർഡർ കിട്ടുന്ന സമയത്ത് ബേക്കറിയിലുള്ളവർ തന്നെ നമ്മളടുത്ത് പറയണത് ഈ ഒരു മിക്സ് വെച്ചിട്ട് ചെയ്യണം എന്നാണ്. ബേക്കറികളിലേക്ക് ഈ ഒരു മിക്സ് വെച്ചിട്ട് ചെയ്യിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഷെൽഫ് ലൈഫ് കിട്ടാനും അതുപോലെ തന്നെ നല്ല ഹൈറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഈ ഒരു മിക്സും കേക്ക് ജെല്ലും വെച്ചിട്ട് ചെയ്യിക്കുന്നത്. അപ്പം നമ്മൾ ബേക്കറികളിൽ നിന്ന് വാങ്ങുന്ന കേക്കുകൾ ചിലപ്പോൾ 3 ദിവസം 4 ദിവസം 5 ദിവസം അത്രയൊക്കെ ആയിട്ടുണ്ടാവും. ഹോം മെയ്ഡ് ആയിട്ടാണെങ്കിൽ നമ്മൾ തലേദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ കടകളിലുള്ള കേക്കുകൾ ഏകദേശം ഒരു 6 ദിവസം വരെ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കേക്ക് അത്രയും ദിവസം ഇരിക്കും. നമ്മൾ സാധാ രീതിയിൽ മൈദപ്പൊടിയൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ അത്രയും ദിവസം ഇരിക്കാൻ സാധ്യതയില്ല കേട്ടോ. ആ ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ബേക്കറികളിലൊക്കെ ബൾക്കായിട്ടൊക്കെയാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കാറുള്ളത്. ഇപ്പം നമുക്ക് ക്രിസ്മസ് അതുപോലെ തന്നെ ന്യൂ ഇയർ ആ ഒരു സമയത്താണ് കേക്കിന് കൂടുതലായിട്ട് ഓർഡർ ഉണ്ടാവുന്നത് കേട്ടോ. അതന്നെ ഷോപ്പുകളിലൊക്കെ ബേക്കറികളിലൊക്കെ കൂടുതലായിട്ട് ഓർഡർ കിട്ടാറുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു മിക്സ് വെച്ചിട്ട് കേക്ക് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പം ബേക്കറികളിലൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഹോം മെയ്ഡ് ആയിട്ട് വേണ്ടവർക്ക് ആ രീതിയിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു രീതിയിൽ കേക്ക് മിക്സ് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ഒരു പെർഫെക്ഷൻ ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു കേക്കിൽ നിന്നും വ്യത്യാസമാണ് കേട്ടോ ഈ ഒരു കേക്ക്. കണ്ടില്ലേ, നല്ല തിക്നെസ്സോട് കൂടിയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒന്ന് ഹൈപ്പും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.